പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്, ഈവനിങ് സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് നല്ലപോലെ അതിൻ്റെ മണ്ണെല്ലാം ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ തോലെല്ലാം ഒന്ന് മാറ്റി കഴുകി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10, 13, 14 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഒന്ന് തൊടുമ്പോൾ തന്നെ അത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിത് ഒട്ടും ഇല്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു തടി തവി കൊണ്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല കേട്ടോ. ഇപ്പം നല്ലപോലെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളോ കട്ടകളോ ഒന്നുമില്ല. ഈ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്ത ഏത് റവയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവ ചേർത്ത് കൊടുത്തു. മധുരത്തിന് ഞാനിവിടെ കുറച്ച് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത്, ഇത് കല്ലും അഴുക്കൊക്കെ മാറ്റിയ നല്ല ശുദ്ധമായ ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല്, തിളപ്പിച്ച് ആറിച്ച പാല് വേണം എടുക്കാനായിട്ട്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം വേണമെന്ന് വെച്ചാൽ ഒരല്പം വെള്ളം കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളം വേണ്ട, എല്ലാം പാല് മതി എന്നുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം കേട്ടോ. ഞാൻ എന്തായാലും 1/2 കപ്പ് പാലൊഴിച്ച് ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസായിട്ടൊന്ന്, ഒരുപാട് ലൂസാവാൻ പാടില്ല. ഇനി കുറച്ച് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതെടുത്ത് ഇതുപോലെ ഒന്ന് നോക്കുക. അഥവാ ഇച്ചിരി കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാല് കൂടെ ഒന്ന് ഞാൻ ചേർത്ത്, പാലോ വെള്ളമോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കുക. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രഷ് കൊണ്ട്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്ന ഒരുപാട് ഓയിലൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെയ്യുക, പരത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു നല്ല കട്ടിയുള്ള ബൺ ദോശയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ വേണം. നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് വേണം. ഊത്തപ്പം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സ്റ്റൈലിൽ വേണം ഇത് നമുക്കൊന്ന് ഇച്ചിരി കട്ടിയായിട്ട് ചെയ്തെടുക്കാനായിട്ട്. പരത്താൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയം ഞാനിവിടെ കുറച്ച് എള്ള് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെളുത്ത എള്ള്. അപ്പോൾ വറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ഒരു വശം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് സൈഡെല്ലാം ഒന്ന് കളർ മാറി വരുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും. ആ സമയം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് നല്ലപോലെ ആ മറുവശവും കൂടെ മൂപ്പിച്ച് എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം കാണും, പക്ഷേ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല പഞ്ഞു ഉണക്കായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ അതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പരത്താനേ പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി. നല്ല കട്ടിക്ക് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 2 പേർക്ക് കഴിക്കാനൊക്കെ പറ്റും. ഒരു 8 എണ്ണം അടുപ്പിച്ച് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടി വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.